പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായി നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, വചനത്തെ അമ്മ ശ്രവിച്ചതുപോലെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടതുപോലെ ഞങ്ങൾക്കും സ്വീകരിച്ച് യേശുവിന് ജന്മം നൽകുവാൻ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ യേശുവിന് ജന്മം നൽകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിലേക്ക് കടന്നു വരാം. സ്നേഹപിതാവായ ദൈവം എത്ര കരുതലോടുകൂടിയാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ പോലും അവിടുന്ന് അറിയുന്നു. നമ്മൾ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിലാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഓർക്കുക, ഈ സ്നേഹപിതാവായ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ സാധിക്കും, ഇതിനെന്താണ് നമ്മളിൽ തടസ്സമായി നിൽക്കുന്നത് എന്നാണ്. ആദ്യമായി മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 25 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു ധ്യാനിക്കാം. വചനമുള്ളവരൊക്കെ കയ്യിലെടുക്കുക, നമുക്ക് വായിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രുവെന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നു കളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു, ശത്രുവാണിത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുത് കളഞ്ഞെന്നു വരും. കൊയ്ത്തുവരെ അവ രണ്ടും ഒരുമിച്ച് നിൽക്കട്ടെ, വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവിൻ, അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ, ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരുപക്ഷെ കൃഷിക്കാരുടെ മക്കളാവാം, അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നത് നമ്മൾക്ക് കണ്ടിട്ടുണ്ട്. ഒരു നെല്ലോ ഗോതമ്പോ ഒക്കെ വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. കൃഷി ഇറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗോതമ്പിൻ്റെ വളർച്ചയുടെ ആരംഭകാലങ്ങളിൽ വരുന്ന കളകളെ പിഴുത് കളയാൻ എളുപ്പമാണ്. പിന്നീട് കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഈ കളകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അധികം ആഴമില്ലാത്ത ചെടികളാണല്ലോ ഈ ഗോതമ്പും നെല്ലും ഒക്കെ. അപ്പോൾ ഈ കളകൾ പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആഴമില്ലാത്ത അല്ലെങ്കിൽ വേരിന് ആഴമില്ലാത്ത ഈ ഗോതമ്പും കൂടെ അല്ലെങ്കിൽ നെല്ലും കൂടെ പറഞ്ഞു പോരും. അതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത് വളരുന്ന പുല്ലുകളെ കണ്ടിട്ടുണ്ട്. പുല്ലിങ്ങനെ കെട്ടിപ്പിണങ്ങി കിടക്കുന്നത് കൊണ്ട് നമുക്ക് പറിച്ചെടുക്കാൻ പാടാണ്. ഗോതമ്പിൻ്റെ വേരുകളും ഈ കളകളുടെ വേരുകളും അങ്ങനെയാണ്. ഇത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കെട്ടിപ്പിണങ്ങിയ വേരുകൾ ഇങ്ങനെ കൂട്ടിപ്പിണങ്ങി കിടക്കുന്നത് കൊണ്ട് ഇത് പറിച്ചെടുക്കുമ്പോൾ നെൽച്ചെടികളും അല്ലെങ്കിൽ ഗോതമ്പ് ചെടികളും കൂടെ പോരും. അതുകൊണ്ട് യജമാനൻ പറയുകയാണ്, അതവിടെ നിന്നോട്ടെ. ഈ കളകളെ പറിച്ചു കളയാൻ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചെടികളും ഗോതമ്പുകളും നഷ്ടമാകാം. അതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ബന്ധപ്പെടുത്തി നമ്മൾ കാണുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ചില കളകളെ ദൈവം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെ വളരാനായിട്ട്. ഈ ഗോതമ്പ് ചെടി വെറുതെ ഒരൊറ്റ ചെടിയായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് വീഴും കാറ്റ് വരുമ്പോൾ. ഇതിങ്ങനെ എല്ലാം കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത് നേരെ നിൽക്കുന്നത്.
ഇതിന് ഈ കളകളും ഒരു താങ്ങ് തന്നെയാണ്. അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ അത് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മുടെ ജീവിതപാതയിൽ ദൈവം ചില കളകളെ അനുവദിച്ചിട്ടുണ്ട്. ഇവർ വേണം നമ്മുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ട്രായ്ക്ക് വിട്ട് ഓടും, ഒരു സംശയവും ഇല്ല. വീട്ടിൽ കുറേ പേരുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ പ്രവർത്തന മേഖലകളിലും ഓഫീസുകളിലും കമ്പനികളിലും എല്ലാം കുറേ കളകളെ ദൈവം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയോ? നമ്മൾ നേരെ നിൽക്കാൻ വേണ്ടിയിട്ടോ? നമ്മൾ വളരെ ശ്രദ്ധിക്കും. ആ കള അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിച്ചേ വർത്താനം പറയുള്ളൂ. ആ കളയായിട്ട് നിൽക്കുന്നവരെ, കള മീൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ ആരാണെന്ന്. നമുക്കൊരു ശല്യമായിട്ടുള്ളവർ, നമ്മുടെ അഭിപ്രായങ്ങളെ മാനിക്കാത്തവരും, നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമായി തീരുന്നവരെയാണ് കളകൾ എന്നതുകൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. വചനവും അങ്ങനത്തെയാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇവർ ഭയങ്കര ഉപകാരമുള്ളവരാ, ജീവിതത്തിൽ നല്ല ഉപകാരമുള്ളവരാ. നമ്മൾ ഈവൻ വീട്ടിലൊന്ന് ശ്രദ്ധിച്ചു നോക്കുകയേ, നമ്മളൊരു ഫോൺ വിളിക്കുമ്പം പോലും ശ്രദ്ധിക്കും, അവിടെ ഒരു കളയുണ്ട്, ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യത്തിലും നമുക്ക് ശ്രദ്ധയോ. നമ്മൾ പുറത്ത് പോയിട്ട് ഒരു സാധനം വാങ്ങിക്കുന്നു, ഇത് നമ്മൾ സൂക്ഷിച്ചേ വാങ്ങിച്ചുകൊണ്ട് വരികയുള്ളൂ. കാരണം എന്തെങ്കിലും വില കൂടുവോ മറ്റു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ കുടുംബത്തിൽ പ്രശ്നമാകും. അതുകൊണ്ട് ജീവിതത്തിൽ ചില കളകളെ ദൈവം വെച്ചിട്ടുണ്ട്. ഇത് വളരെ നല്ലതാണ്. ഇത് പിഴുതു മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവരിലൂടെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരിക്കലൊരു ചേച്ചി പറയുകയാണ്, എൻ്റെ സിസ്റ്ററെ, എൻ്റെ അമ്മയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കളയെന്ന്. ഞാൻ ചോദിച്ചു, എന്താ കള? എന്ത് വെച്ചാലും ഒരു സാധനം കളയത്തില്ല. ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറ്റം, അവിടെ എന്താണ് പഞ്ചസാര പാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ നേട്ടം ഉണ്ടായത്? എന്തെങ്കിലും നേട്ടമൊക്കെ ഉണ്ട് സിസ്റ്റർ, എല്ലാം സൂക്ഷിച്ച് പെറുക്കിയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ജീവിതം ദൈവോന്മുഖമായി ജീവിക്കുവാൻ, നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുള്ള ചില കളകളുണ്ട്. അവരെ കളയായിട്ട് കണ്ടാൽ മതി, അത് കൂടുതലൊന്നും നമ്മൾ കാണണ്ട. ഇവരില്ലായിരുന്നുവെങ്കിൽ പല വീതികളിലും നമ്മൾ തകർന്നു പോയേനെ. നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിലപ്പം ഭാര്യയായിരിക്കാം, ചിലപ്പം ഭർത്താവായിരിക്കാം, ശ്രദ്ധിച്ച് ചെന്നില്ലെങ്കിൽ കുഴപ്പമോ. അതൊരു കൃത്യസമയത്ത് തന്നെ നമ്മൾ വീട്ടിലെത്തും. എല്ലാം ഒന്ന് തുറന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എൻ്റെ ജീവിതം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി, നല്ല വിത്തുകൾ അല്ലെങ്കിൽ നല്ല ഫലമുണ്ടാകാൻ വേണ്ടി ദൈവം ചിലരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കെട്ടുപണങ്ങി വെച്ചിരിക്കുകയോ. ഒന്ന് മാറുമ്പം വേറൊന്നുണ്ടാവും, ഒരു സ്ഥലത്ത് മാറുമ്പം വേറൊന്നുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വീണു പോകാതിരിക്കാൻ, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വല്ലവരും ശത്രുക്കളായിട്ടുണ്ടോ? വല്ലവരും ക്ഷമിക്കാനായിട്ടുണ്ടോ? നമ്മളെപ്പോഴും പറയും ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമയുടെ ക്ലാസ് കേട്ട് തന്നെ ചെവിക്കാത്ത തഴമ്പ് പിടിച്ചു. ഇവരെയൊക്കെ ഒരു കളയായിട്ട് മാത്രം കണ്ടാൽ മതി കേട്ടോ, ഒരു കുഴപ്പവും ഇല്ല. ഇവരൊത്തിരി വിശുദ്ധി നമുക്ക് തരുന്നുണ്ട്. കൂടുതൽ വചനം വായിക്കാനും, കൂടുതൽ പ്രാർത്ഥിക്കാനും, കൂടുതൽ ഉപവസിക്കാനും, ഈവൻ എന്താണ് എല്ലാ കാര്യങ്ങളിലും ഇവർ നമ്മളെ സഹായിക്കുന്നുണ്ട്. നല്ലൊരു സഹായമാണിത്. ഈ ബൈബിളിലും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ കുറേ പേരെയൊക്കെ. അവർക്ക് കിട്ടിയവരെ ഒന്നും ശത്രുക്കളായിട്ട് കണ്ടില്ല. അവർക്ക് ക്ഷമിക്കാനും അതിനകത്തൊന്നും ഇല്ലായിരുന്നു. ക്ഷമയുടെ മേഖലയില്ലാത്ത പലരെയും നമ്മൾ കാണുന്നു. ഉദാഹരണമായിട്ട് നമ്മുടെ ഈശോ തന്നെ. ഈശോയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല, കുരിശിൽ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കളകളെന്ന് നന്നായിട്ട് അറിയത്തില്ലേ? കുരിശെ വരെയും കേട്ടുന്നവരെ കളകളായിരുന്നു. ഈശോ അവരെ ഒന്നും ഒട്ടും ദ്രോഹിച്ചിട്ടില്ല. ഈശോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതൊരു ജീവിതബലി നന്നായിട്ട് നടന്നു എന്നേ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഇനി പഴയ നിയമത്തിലേക്കൊക്കെ ഒന്ന് കടന്നു നോക്കി എത്ര പേരാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജോസഫിൻ്റെ ജീവിതം കേട്ട് കിടക്കുന്നതാണ്. ജോസഫിന് ക്ഷമിക്കാനുണ്ടായിരുന്നപ്പോഴൊക്കെ ജോസഫിന് വളർച്ചയായിരുന്നു. ക്ഷമ തീർന്നപ്പം ജോസഫിൻ്റെ വളർച്ചയും തീർന്നു, അല്ലേ? അങ്ങനെയല്ലേ സത്യം? ആരംഭത്തിൽ നോക്കി കുഴി തുടങ്ങി പോവുകയാണ്, വിൽക്കുന്നത് തുടങ്ങി, ഇങ്ങനെ എല്ലായിടത്തും ക്ഷമയുടെ മേഖലകളിൽ മുഴുവൻ ജോസഫിന് വളർച്ച. അങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ കാണുന്നത്. വളർച്ച തന്നെയായിരുന്നു. എല്ലാവരും എത്തി. നമ്മൾ ഉൽപ്പത്തി 15 കടന്നു വരുമ്പോഴത്തേക്കും ക്ഷമയുടെ മേഖല തീർന്നു, ജോസഫിൻ്റെ ജീവിതവും തീർന്നില്ലേ? ഉൽപ്പത്തി പുസ്തകം 45 ജോസഫ് ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട, കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത്. ജോസഫ് ക്ഷമയുടെ മേഖല ബാക്കി മുഴുവൻ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുകയാണ്. ക്ഷമ തന്നെയായിരുന്നു. ആ ക്ഷമിക്കുമ്പോഴെല്ലാം എന്ത് സംഭവിച്ചു? ജോസഫിന് വളർച്ച. ഈ കളകളുടെ കൂടെ നിൽക്കുമ്പോഴെല്ലാം നമുക്ക് വളർച്ച. ഈ കളകളൊന്നും ഇല്ലാതെ എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും എന്നെ ആദരിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ പോയി നിന്നേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു. ജീവിതത്തിൽ നമുക്ക് വളർച്ചയില്ല.
ജോസഫിൻ്റെ ജീവിതം തീരുകയാണ്. ഇവിടെ സഹോദരങ്ങളെല്ലാം എത്തി, ഇവരെല്ലാം സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ഈ ജോസഫിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ജോസഫിൻ്റെ ജീവിതം അതോടുകൂടി തീരുകയാണ്. എൻ്റെ വളർച്ചയുടെ പിന്നിൽ നിൽക്കുന്ന ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, ഞാൻ വീഴാതിരിക്കാൻ വെച്ചിരിക്കുന്ന ഈ കളകളെ ഓർത്ത് പ്രിയ സഹോദരങ്ങളെ ആരും ഇനി വേദനിക്കേണ്ട കേട്ടോ. ആരോടും ഒരു പരാതിയും പറയേണ്ട. ഇവർ മൂലം നമുക്ക് ലഭ്യമായ ദൈവാനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് നമ്മൾ ഓർത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇനിയും കൂടുതൽ തരണേ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? എത്ര നാളായി വചനമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയാ പ്രാർത്ഥിക്കുക. അവരവിടെ നിന്നോട്ടെ. ഈ ജോസഫ് പണ്ട് വീട്ടിലായിരുന്നപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. കറ്റകളെല്ലാം ആരാധിക്കുന്നു, ഭയങ്കര വലിയ പ്രശംസയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ ജോസഫ്. നമുക്കറിയാം സ്വഭാവം. പാവമായിരുന്നു കേട്ടോ, കുഞ്ഞു പയ്യനായിരുന്നു. എന്നാലും തനിക്ക് കിട്ടിയ ആ കാഴ്ചകളെല്ലാം വിവരിച്ച് പറയുന്നുണ്ട്. എല്ലാവരും എന്നെ സ്വപ്നങ്ങളൊക്കെ വിവരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് നോക്കി, ഒന്നും മിണ്ടുന്നില്ല. ജോസഫ് ആത്മസംയമനം പഠിച്ചു. ഇത്ര വലിയ അഭിവൃദ്ധി ഉണ്ടായിട്ട് ഒന്നും ജോസഫ് ജീവിതത്തെ ശരിക്കും സഹനങ്ങളിലൂടെ വിശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു മാഹാത്മ്യം ഒന്നും പറയുന്നില്ല ജോസഫ്. കണ്ടോ, നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു തുരുമ്പുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു ഇനിയില്ലേ ചെത്തിമിനുക്കാൻ എത്രയോ സ്വഭാവ പ്രത്യേകതകളുണ്ട്. അതിനുവേണ്ടി കർത്താവ് നട്ടുവെച്ചിരിക്കുന്ന കളകളുണ്ട്. മക്കളായിരിക്കാം, മരുമക്കളാകാം, തൊട്ടയൽവാസികളാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ ജീവിതവുമായി വളരെ ഈ കളയില്ലാത്ത ഈ ഭൂമിയിൽ ഒരു ഇടമില്ല കേട്ടോ. ഒരിടവും ഇല്ല. അതങ്ങനെ തന്നെ ദൈവം വെച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ വൈകല്യങ്ങളും സ്വഭാവത്തിൻ്റെ കുറവുകളും എല്ലാം അതിലൂടെ ഇങ്ങനെ തേച്ചു മിനുക്കി ജോസഫ് കണ്ടോ അവിടെ നല്ല മിടുക്കനായി ദൈവത്തെ മുഴുവനായി എല്ലാം ദൈവത്താൽ അനുവദിക്കപ്പെട്ടു എന്ന് പറയുവാൻ ദൈവമാണ് ഇങ്ങോട്ട് എന്നെ അയച്ചത്. കണക്ട് ചെയ്ത് പറഞ്ഞു, പണ്ടെല്ലാം ഞാൻ കണ്ടു എന്നായിരുന്നു സ്വപ്നമൊക്കെ. നമുക്ക് ഇനിയും മാറാനായിട്ട് ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാ കളകളെയും ഓർത്തുകൊണ്ട് അവരാരും ശത്രുക്കളോ ക്ഷമിക്കാനുള്ളവരോ അല്ല, ആരുമല്ല, സ്നേഹിക്കാനുള്ളവരാണ്. നമ്മൾ കാണുന്നില്ലേ ജോബിൻ്റെ പുസ്തകത്തിൽ ആ വലിയ സംഭവത്തിൻ്റെ അവസാനം ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. 42-ാം അധ്യായം 10-ാം തിരുവചനത്തിലാണ് പറയുന്നത്, ജോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളാണെ പ്രാർത്ഥിക്കുവോ? ഒന്നാമതേ ദുഃഖദുരിതങ്ങളുടെ നടുവ്. അതിന് കൂട്ട് 3 കൂട്ടുകാർ വന്നിട്ട് എന്നാ തെറ്റായ ഉപദേശമാണ് കൊടുത്തത്. എന്നാൽ എൻ്റെ പൊന്നു ജോബേ, ദൈവം നിൻ്റെ കൂടെയുണ്ടെന്ന് ഒരൊറ്റ സമാശ്വാസം വചനം പറഞ്ഞിട്ടില്ല. നിൻ്റെ പാപം കൊണ്ടും നിൻ്റെ കൊള്ളരുതായ്മ കൊണ്ടും ഒക്കെയാണിത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന 3 സഹോദരങ്ങളാണ് ജോബിൽ നമ്മൾ കാണുന്നത്. എന്നിട്ട് ഈ ജോബ് എന്നാ ചെയ്യുന്നത്? ജോബ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മളാണെങ്കിൽ ആ പടി കടക്കുവോ? പ്രാർത്ഥന പോയിട്ട് നമ്മൾ അവരുടെ വീടെന്ന് പറയുമ്പോഴത്തേനും നമ്മൾ തല തിരിച്ചു കളയും. മുഴുവൻ കുറ്റാരോപണം തന്നെയായിരുന്നു. ഇവരൊന്നും ജോബ് അങ്ങോട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ 3 പേര് വന്ന് ഉപദേശവും ഗുണദോഷവും തുടങ്ങിയതാണ്. എന്നിട്ടും ആ ജോബിൻ്റെ ഒരു മനോഭാവം കണ്ടോ, വളർച്ച അവിടെ അങ്ങോട്ട് തുടങ്ങുകയോ, ജോബിൻ്റെ ജീവിതം മുഴുവൻ അതിനാൽ 10 മടങ്ങ് വർദ്ധിക്കുകയോ, കാണും ഉപദേശകരായിട്ടും എന്താണ് നമ്മുടെ ജീവിതത്തെ ചതിയന്മാരായിട്ടും അല്ലെങ്കിൽ നമ്മൾ അധ്വാനത്തിൻ്റെ ഫലമാക്കി എടുത്തുകൊണ്ട് പോയവരായിട്ടും ഒക്കെ കുറേ പേരെ കർത്താവ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അവരൊക്കെ നമുക്ക് ഒത്തിരി അനുഗ്രഹം തരുന്നവരാ. അവരെ ഒന്നും മാറ്റാനായിട്ട് ഒരിക്കലും നമ്മൾ പ്രാർത്ഥിച്ചേക്കരുത്. ഈശോയ്ക്ക് അത് ഇഷ്ടമില്ല. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും ഇത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും സംഭവമാണ്. അവിടെ എന്താ നമ്മൾ കാണുക? ഇവർ വളർന്നു, അബ്രാഹവും വളർന്നു, ലോത്തും വളർന്നു. അങ്ങനെ ഇവിടെ വസ്തുവകകളും ജോലിക്കാരും ഒക്കെ വളരെ ആയപ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നു? ഇവർ തമ്മിൽ പ്രശ്നമില്ലെങ്കിലും ഇടയന്മാരൊക്കെ തമ്മിൽ പ്രശ്നം ആരംഭിച്ചപ്പോഴത്തേനും അബ്രാഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ലോത്തെ, നമ്മളിങ്ങനെ കലഹിക്കുന്നത് വളരെ മോശമാണ് സഹോദരന്മാർ, അതുകൊണ്ട് നമുക്ക് പിരിഞ്ഞു പോകാം, നമ്മുടെ സ്ഥലങ്ങൾ മുഴുവൻ മുൻപിൽ ഉണ്ടല്ലോ. അങ്ങനെ ഈ ലോത്ത് തിരഞ്ഞെടുക്കുന്നത് അബ്രാഹാം ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ ജെറുസലേം സമതല പ്രദേശമാണ്. ശരിക്കും വളരെ സൊദോം ഗൊമോറ പ്രദേശങ്ങൾ ഫലഭൂയിഷ്ടമായ സ്ഥലമാണ് ലോത്ത് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവിടെ പോയി ജീവിക്കുന്ന കാലഘട്ടത്തിൽ എന്തു സംഭവിക്കുകയാണ്? ഈ ലോത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അപകടവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലോത്തിനെ ഈ സൊദോം ഗൊമോറ പ്രദേശങ്ങളിൽ രാജാക്കന്മാർ വന്ന് കീഴടക്കുകയാണ്. ഈ സംഭവങ്ങളൊന്നും ഞാൻ വിവരിക്കുന്നില്ല. 13-14 അധ്യായങ്ങൾ വായിച്ചാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും. പക്ഷേ ഈ സംഭവം അബ്രാഹാം അറിയുകയാണ്. തൻ്റെ സഹോദരപുത്രനെ പിടിക്കപ്പെട്ടു എന്നറിയുമ്പോൾ ഈ അബ്രാഹാം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലോത്തിനെ രക്ഷിക്കുവാനായിട്ട് തൻ്റെ കുടുംബത്തിൽ പയറ്റി തെളിഞ്ഞവരെയും കൊണ്ട് വന്ന് യുദ്ധത്തിന് തയ്യാറായി
ലോത്തിനെ കീഴടക്കിക്കൊണ്ട് പോകുന്ന അബ്രാഹത്തെ നമ്മളിവിടെ കാണുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യാൻ പെടാ, അവൻ അപ്പനെ പറ്റിച്ച് സ്ഥലം മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ വസ്തുവകകൾ മുഴുവൻ അവൻ തട്ടിയെടുത്തതാണ്, അല്ലെങ്കിൽ പലതും നമുക്ക് പറയാനായിട്ടുണ്ടാവും. അവൻ കള്ള സൈൻ ഇട്ടിട്ട് പ്രമോഷൻ വാങ്ങിച്ചുകൊണ്ട് പോയതാണ്. എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മളാണെങ്കിൽ നമുക്കിഷ്ടമില്ലാത്തത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ വിധി എഴുതും. അബ്രാഹാം അങ്ങനെയല്ല. തൻ്റെ സഹോദരനെ രക്ഷിക്കുവാനായിട്ട് കടന്നു ചെല്ലുകയാണ്. അങ്ങനെയാണ് ഈ അബ്രാഹത്തിൻ്റെ ജീവിതം അനുഗ്രഹങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുന്നത്. നമുക്കറിയാം, ഇത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ കിടക്കുന്നത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട സാഹചര്യങ്ങളെ ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ വളർച്ച മുഴുവൻ കിടക്കുന്നത്. അബ്രാഹാം സ്വയം പഠിക്കുകയായിരുന്നു. അബ്രാഹാം സമർപ്പിച്ചു. കുഞ്ഞിനെയൊക്കെ വിട്ടുകൊടുക്കാൻ, എങ്ങനെ ഇസ്ഹാക്കിനെയൊക്കെ വിട്ടുകൊടുക്കാൻ സാധിക്കും? ഹൃദയം കൊണ്ട് തന്നെ സമർപ്പിച്ചത്. ഇങ്ങനത്തേക്ക് അനുഭവത്തിലൂടെയുള്ളൊരു യാത്രകളല്ലേ നമ്മളൊക്കെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുന്നത്. നമ്മളും നമ്മുടെ തലമുറകളുമൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് നമ്മുടെ കൂടെ ചിലരെയൊക്കെ കർത്താവ് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ്. അവരൊരിക്കലും ശത്രുക്കളല്ല, നമുക്ക് പാര വയ്ക്കുന്നവരല്ല. നമുക്ക് കൂടുതൽ ശോഭയുണ്ടാകുവാൻ വേണ്ടി, സൗന്ദര്യമുണ്ടാകുവാൻ വേണ്ടി, കൂടുതൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നിയോഗിച്ച് വെച്ചിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അവരെയൊക്കെ മാറ്റിയേക്കണമേ എന്ന് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. നമ്മൾ എങ്ങനെ പോയി വീഴുമെന്ന് അറിഞ്ഞുകൂടാ. എനിക്കറിയാം ഒരു കുടുംബം, കുട്ടികളൊക്കെ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ സ്ഥിരമായ പ്രാർത്ഥനകൾ, കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു, ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ വൈഫ് വന്ന് പറയുകയാണ്, വൈകുന്നേരങ്ങളിലൊക്കെ പ്രാർത്ഥന പോലും വീട്ടിലില്ല സിസ്റ്ററെ, ഒരു ശ്രദ്ധ പോലും ഇല്ല, എന്തൊക്കെയാണ് കാണുന്നതെന്ന് അറിയത്തില്ല. കണ്ടോ, കൂടെ ഉണ്ടായിരുന്നപ്പോൾ, കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പല ത്യാഗങ്ങളും കഠിനാധ്വാനങ്ങളും ബുദ്ധിമുട്ടുകളും കുഞ്ഞു വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നെല്ലാവരും വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ജീവിതം എന്താണ്, ലൂസായി, എന്താ അഴിച്ചു വിട്ടതുപോലെ ആയി തീരുകയാണ്. നമുക്ക് വേണം നമ്മുടെ ജീവിതത്തെ താങ്ങുവാനായി കർത്താവ് നിർത്തിയിരിക്കുന്നവർ ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല. ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുവാനായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ചാനലുകളാണ്. ദൈവമേ സ്തുതി എന്ന് പറയുന്ന കരങ്ങൾ ഉയർത്തുമ്പോഴല്ല, ഇവിടെയൊക്കെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവമേ സ്തുതി എന്ന് പറയുമ്പോഴാണ്, ഈ വേദനയോടുകൂടി നമ്മൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കുമ്പോഴാണ് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 ഒരു കാര്യം കർത്താവ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതായത് ശത്രുക്കളെ ഓർത്ത് വിഷമിക്കേണ്ട, പറയുകയാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായി നിന്നാൽ മതിയെന്ന്. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ്. എങ്ങനെയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുമേറെ ജീവിത വിശുദ്ധി കൊണ്ടും ദൈവാനുഗ്രഹങ്ങൾ കൊണ്ടും നമുക്ക് നൽകിക്കൊള്ളും. അതാണ് കർത്താവ് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതപാതയിൽ ഇന്ന് നമ്മളായിരിക്കുന്ന വീട്ടിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാം വളരെ പ്രധാനപ്പെട്ടവരാണ്. ഞാൻ പലപ്പോഴും ഈ വചനഭാവത്തിലൂടെ കടന്നു പോകുമ്പോൾ വിചാരിക്കും, അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുണ്ടോ? കർത്താവിന് ഇതൊന്നും ശത്രുവായിട്ട് തോന്നിയിട്ടേയില്ല. ഇവരെല്ലാം എൻ്റെ ശത്രുക്കളാണെന്ന് കർത്താവ് പറയുന്നത് കേൾക്കുന്നത് പോലുമില്ല. കാരണം കർത്താവിനറിയാം ഈ ജീവിതബലി പൂർത്തിയാക്കാൻ ഇവരെല്ലാം വേണമെന്ന്. ഈ ജീവിതബലി പൂർത്തിയാക്കാനായിട്ട് ഇവരെല്ലാം വളരെ പ്രധാനപ്പെട്ടവരാണ്. ഇവരില്ലെങ്കിൽ ദൈവപിതാവിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറുകയില്ല. എന്തെല്ലാം രീതിയിലുള്ള സഹനങ്ങളിലൂടെ ഈശോ കടന്നു പോയത്. എന്നിട്ടും ഈശോയ്ക്കൊരു പരാതിയില്ലാത്തതിൻ്റെ കാരണം അവരാരെയും തൻ്റെ ജീവിതത്തിൻ്റെ ശത്രുക്കളായിട്ട് ഈശോയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴേ 22-ാം അധ്യായത്തിലല്ലേ കർത്താവ് പറയുന്നൊരു കാര്യം, 22:34 തുടങ്ങി. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക. അതാണ് പ്രധാനമായ കൽപ്പന. ഇതാണ് പ്രഥമവും പ്രധാനവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പനകളിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഈ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുക എന്നതാണ് ഓരോ സൃഷ്ടിയുടെയും കടമയും ഉത്തരവാദിത്വവും. ഇതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന ചില വ്യക്തികളാണ്, ചില സംഭവങ്ങളും അനുഭവങ്ങളും ഓർമ്മകളുമാണ്.
ചില കഴിഞ്ഞകാല ഓർമ്മകളും സംഭവങ്ങളും മനസ്സിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നേയില്ല. കാരണം എന്താണ്? എൻ്റെ ഹൃദയത്തിൽ ഈ വ്യക്തികളെ ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്നില്ലേ, ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കുവാനായിട്ട് മോശയും കൂട്ടരും ചെന്ന് പറയുമ്പോൾ ഫറവോ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിവിടെ ആരാധിച്ചോ, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരണമെന്നാണ് ചെന്ന് പറയുന്നത്. അപ്പോൾ ഫറവോ പറയുന്നുണ്ട്, നിങ്ങളിവിടെ പോയി ആരാധിച്ചോ, എന്താ കുഴപ്പം? അപ്പോൾ മോശ പറയുന്നുണ്ട്, ഇവിടെ ആരാധിക്കാൻ പറ്റില്ല, ഈ അടിമത്തത്തിൻ്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല, പുറത്തു പോയി ആരാധിക്കാം. അടിമത്തത്തിൽ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും വ്യക്തികൾ ഇരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ഒരു പിണക്കം ഇരിക്കുമ്പോൾ നമുക്ക് ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നമ്മൾ ആരാധിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ എനിക്ക് ആരാധിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അയൽക്കാരൻ വലിയ കുഴപ്പമില്ലാത്ത ആളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ശരി തന്നെയാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് അവനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അയൽക്കാരനെയും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിതൊക്കെ എന്നും ഒരു പ്രശ്നമാണ്. നമുക്ക് എന്നും ഇതൊരു പ്രശ്നമാണ്. എന്നും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാത്താൻ ഇങ്ങനെ വരികയും ചെയ്യും. യജമാനൻ പറഞ്ഞില്ലേ, ശത്രുവാണ് ഇത് ചെയ്തത്. നമുക്കൊരു ശത്രു എപ്പോഴും കൂട്ടണമെന്ന് ഓർക്കണം. സാത്താൻ അവനിങ്ങനെ ഓരോ കെണി ഇളക്കി കൊണ്ടുവരും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത്, എന്നെപ്പോലെ തന്നെ ഞാൻ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നില്ല. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുമ്പോഴാണ് ഞാൻ ആരാണെന്ന് ഞാൻ അറിയുന്നത്. ഞാൻ ആരാണെന്ന് അറിയുമ്പോഴാണ് എൻ്റെ ദൗത്യം, അല്ലെങ്കിൽ ഞാൻ എന്തിനീ ഭൂമിയിലേക്ക് വന്നെന്ന് അറിയുമ്പോഴാണ് എനിക്ക് സഹോദരങ്ങളെ സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് യേശു മനോഭാവം ഒന്ന് സ്വന്തമാക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവിടുത്തെ പ്രിയപുത്രൻ നമുക്ക് കാണിച്ചു തന്നതുപോലെ, പിതാവായ ദൈവം നമുക്ക് കാണിച്ചു തന്നതുപോലെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ്, ജീവിക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ സ്നേഹിക്കാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പ്രത്യേകമായിട്ട് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കുവാനായിട്ട് പലരും ഉണ്ട് എന്ന് നമ്മൾ കരുതി വെച്ചിരിക്കുന്നവരൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവരെ മാറ്റി വെച്ചിട്ട് നമുക്കൊരാരാധനയില്ല. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, ബലിപീഠത്തിലേക്ക് വരുമ്പോൾ വെച്ചേക്കണം കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കോ കേട്ടോ. ആരാധനയില്ല നമുക്ക് ശരിക്കും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാതെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ശത്രു എന്ന് പറയുന്ന ഒരാളെ ദൈവം വെച്ചിട്ടേയില്ല. ഞാനൊരു മറ്റൊരു സംഭവം കൂടി നിങ്ങളുടെ മുൻപിൽ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സഹോദരി എന്നോട് പങ്കുവയ്ക്കുകയാണ്, സിസ്റ്ററെ, ഈ മൊബൈൽ ഫോൺ സിസ്റ്റം ഒന്ന് വരുന്നതിന് മുൻപ് ലാൻഡ് ലൈനിലാണല്ലോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ വീട്ടിലൊരു അമ്മയുണ്ട്, അതായത് സ്വന്തം അമ്മയാണ് പറഞ്ഞത്, എൻ്റെ വീട്ടിലൊരു അമ്മ എന്നല്ല, എൻ്റെ അമ്മ എന്നല്ല പറഞ്ഞു, ആ വീട്ടിലൊരു അമ്മയുണ്ട്. ഈ അമ്മ എപ്പം ഞാൻ ഫോൺ വിളിച്ചാലും ഈ ഫോണിൻ്റെ അടുക്കൽ വന്നിരിക്കും. ഒരു കാര്യം എനിക്ക് വീട്ടിലേക്കോ എങ്ങോട്ടോ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയുള്ളത് കൊണ്ട് എന്ത് നന്നായിട്ടാണ് സംസാരിച്ച് ഇത്രയും കാലവും. ഈ അമ്മയുടെ കുറ്റം പറയാനായിരിക്കുമല്ലോ, അതുകൊണ്ടല്ലേ ഈ ഫോൺ വിളിക്കുന്നത്. അമ്മ കേട്ടെന്നോർത്താൽ എന്താ കുഴപ്പം? അമ്മയ്ക്ക് കേൾക്കാൻ പറ്റാത്ത ഈ മകൾ വിളിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അതൊന്നും ചിന്തിക്കുന്നില്ല, അതൊന്നും ഒരു കുഴപ്പമായിട്ട് കാണുന്നേയില്ല. ഈ സ്വന്തം അമ്മ വീട്ടിലുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് പറയാവുന്ന കാര്യങ്ങൾ ഈ മകൾ സംസാരിച്ചാൽ പോരെ. അതല്ല മകൾ പറയുന്നത്, എനിക്ക് ഒരു കാര്യം സംസാരിക്കാൻ പറ്റുന്നില്ല സിസ്റ്റർ, ഈ അമ്മ കാരണമെന്ന്. അപ്പം ഞാൻ നേരെ തിരിച്ചു പറഞ്ഞു, ഈ അമ്മയുള്ളത് കൊണ്ട് നല്ല കാര്യങ്ങളെ ഇത്രയും കാലം നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. ഈ അമ്മയുള്ളത് കൊണ്ട് നാവിനെ വിശദീകരിക്കാൻ നമുക്കൊരു അവസരം കിട്ടി. നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ പരിപാലനയുടെ കുടക്കീഴിൽ നിന്ന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് മുഴുവൻ കൃപകളായി അനുഗ്രഹങ്ങളായി മാറി. കർത്താവിന് ഒരു പരാതിയില്ലായിരുന്നു പത്രോസിനോട്. എന്നാലും അവന് ശരിക്കും മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും എന്താണ് തള്ളി പറഞ്ഞല്ലോ. എന്നാലും ഇങ്ങനെ ഒന്നും കർത്താവ് ചോദിക്കുന്നില്ല. കരയുന്നത് കണ്ടിട്ടും കർത്താവ് മിണ്ടിയില്ല, ഒന്നും കർത്താവ് മിണ്ടുന്നില്ല. അതുപോലെ തന്നെ യൂദാസ്. കർത്താവിനറിയാം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഇനി വരുംകാലങ്ങളിൽ തന്നെ അനുഗമിക്കാൻ പോകുന്ന മക്കളും ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഓർത്തായിരിക്കും ഒരു പക്ഷേ കർത്താവ് വേദനിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ഇതെല്ലാം പറഞ്ഞു കൊടുത്താൽ ഇതിങ്ങനെ ചെയ്യുമല്ലോ എന്നോർത്ത്. പ്രിയ സഹോദരങ്ങളെ, ജീവിത പാതയിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും വളരെയേറെ ബലം തരുന്നവരാണ് നമുക്ക്, വളരെയേറെ പ്രധാനപ്പെട്ടവരാണ് നമുക്ക്. അവരെ ഒന്നും ജീവിതത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓർക്കുക, ഞാൻ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ വേണ്ടി, നല്ലൊരു ശാഖയായി തീരാൻ വേണ്ടി, എന്നെ നിരന്തരം വെട്ടിയൊരുക്കുവാനായി അനേകരെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്
എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അവരെക്കുറിച്ച് ഒന്നും നമ്മൾ പരാതി പറയാനോ ദുഃഖിക്കാനോ വേദനിക്കാനോ ഒന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ദൈവത്താൽ അനുവദിക്കപ്പെട്ടവരാണ്. യജമാൻ ഒരു കാര്യം പറയുന്നുണ്ട്, അവർ എന്നുവരെ നിൽക്കൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നുവരെയാണ് അവിടെ നിൽപ്പ്? അവസാനം വരെ അവർ നിൽക്കുമെന്നാണ് നമ്മൾ കാണുന്നത്. മത്തായി സുവിശേഷം 13 കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, കൊയ്ത്തുവരെ അവ രണ്ടും, നല്ല ചെടികളും കളകളും കൂടി ഒന്നിച്ചു വളർന്നോട്ടെ. അവിടം വരെ നമുക്ക് കാല് പതറുവാൻ സാധ്യതയുണ്ട്. അവിടം വരെ നമുക്കൊരു ശിക്ഷണത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വചനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ കൊയ്ത്ത് കാലത്ത് ഞാൻ എന്തു പറയും? കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ട് കളയുവിൻ, അവ കെട്ടുകളാക്കി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. ധാന്യപ്പുരയിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്വർഗ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ കളകൾ ഒരു സംരക്ഷണം തന്നെ, സ്നേഹത്തിൻ്റെ അടയാളം തന്നെ, ദൈവത്താൽ അനുവദിക്കപ്പെട്ടത് തന്നെ. അവരെ ഓർത്ത് നമുക്ക് ഇന്ന് തുടങ്ങി നന്ദി പറയാനായിട്ട് നമുക്ക് തുടങ്ങാം. ഇന്ന് തുടങ്ങി അവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. അവർ അയൽവാസികളാവാം, നമ്മുടെ ഓഫീസുകളിലുള്ള മുതിർന്ന ജോലിക്കാർ, നമ്മുടെ ബോസുകളാവാം, അല്ലെങ്കിൽ കോവർക്കേഴ്സ് ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ സ്വന്തം ജീവിത പങ്കാളിയോ സ്വന്തം മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ, എല്ലാവരും സ്വന്തം തന്നെ അങ്ങനെ, അല്ലെങ്കിൽ അധികാരികളാവാം, ആത്മീയ ഗുരുക്കളാവാം. ഇവരാരും ദൈവത്താൽ അനുവദിക്കപ്പെടാതെ കടന്നു വന്നിട്ടില്ല. ഇവരെല്ലാം പടിപടിയായി ഉയരുവാനായിട്ട് ദൈവം അനുവദിച്ചു എന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഇവർക്ക് വേണ്ടി നമ്മൾ മുട്ടിപ്പായി നിന്ന് നന്ദി പറഞ്ഞ് ഇതിലൂടെ കൃപകൾ സ്വീകരിച്ച് നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താലേ നമുക്ക് ഈ കളകളെ ശരിക്കും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ അവിടെ നിന്നോട്ടെ, ഓക്കെ, ദൈവം അനുവദിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ നേരെ നട്ടലോടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ അവർക്ക് വേണ്ടി ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. മനസ്സുകൊണ്ട് അവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇവരെ തന്നതിനോർത്ത് നിനക്ക് നന്ദി. പ്രാർത്ഥിക്കണം, ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു സഹോദരി പറയുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ, സ്വന്തം വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടു വീട്ടിലേക്ക്. അതായത് വിവാഹം കഴിച്ച വീട്ടിലേക്ക് കുറേ നല്ല കേക്കുകൾ, കുറേ അച്ചാറുകൾ, പിന്നെ കുറേ ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടെ അമ്മ കൊടുത്തു വിട്ടു. വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പോലും ഈ അമ്മ ഇതൊന്നും തൊട്ടിട്ടേയില്ല. വളരെ കഷ്ടപ്പെട്ട് കെട്ടിവലിച്ച് കൊണ്ടുവന്നതാണ്, വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. നിൻ്റെ വീട്ടിൽ നിന്നും നിൻ്റെ അമ്മ കൊണ്ടുവന്നത് ഞാൻ കഴിക്കുകയുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയൊന്നും നമുക്ക് ഇവിടെ നിന്നെല്ലാം പറയത്തില്ലല്ലോ. അങ്ങനെ ഒരുപാട് നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് ആ ചേച്ചി പറയുമായിരുന്നു, എൻ്റെ സിസ്റ്ററെ ഞാൻ എന്ത് കരുതലോടുകൂടിയാണ്. ഞാൻ പറഞ്ഞു, ഇന്ന് തുടങ്ങിയ അമ്മച്ചിക്ക് വേണ്ടി അമ്മ പറഞ്ഞ ഓരോ വാക്കുകളും അമ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പറയുക. ഇനി ആരെയും ഇങ്ങനെ വേദനിപ്പിക്കാൻ ഇടവരുത്തില്ലേ എന്ന് പറയുക. സാരമില്ല മാനെ, നിൻ്റെ അമ്മച്ചി നിനക്ക് തന്നു, നീ അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്നു, നിൻ്റെ സ്നേഹം നീ ഇവിടെ പ്രകടമാക്കി. അമ്മ അത് സ്വീകരിക്കാൻ മാത്രം വളർന്നിട്ടില്ല. നീ വേദനിക്കണ്ടോ? നീ ഇത് അമ്മയ്ക്ക് കൊടുത്തതുപോലെ തന്നെ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ ഇത് നിൻ്റെ സഹോദരങ്ങൾക്ക് കൊടുത്തതുപോലെ തന്നെ നിനക്ക് അനുഗ്രഹം കിട്ടും, നിൻ്റെ കുഞ്ഞുങ്ങൾക്കും കിട്ടും, നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെടും. അത് നീ ഓർക്കണ്ട. ഇനി അത് കഴിച്ചാലും കാണാനൊന്നും ഇല്ലല്ലോ. കഴിച്ചെന്ന് മോളങ്ങ് ഓർത്തങ്ങ് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. ശരിയാ സിസ്റ്ററെ, ഞാൻ ചെയ്യാം. പ്രാർത്ഥിക്കണം, നമ്മൾ അവർക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് അവരെ അനുഗ്രഹിക്കണം. നമ്മൾ അനുഗ്രഹിക്കണം അവരെ. കർത്താവേ, നീ അവരെ ഒരിക്കലും ഇതിനൊന്നും പ്രതികാരം ചെയ്യരുത്, നീ അവരെ അനുഗ്രഹിക്കണം. അപ്പം പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും, മൂന്നാമതായിട്ട് നമ്മളൊരിക്കലും തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്യരുത്. ഇതിൻ്റെയൊക്കെ അർത്ഥം ഞാനിവരെ വലുതായിട്ട് കാണാത്തത് കൊണ്ടാണ് നമ്മൾ തിരിച്ച്. അപ്പം പ്രതികാരം ചെയ്തേക്കരുത്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായി വേറെ ഏതെങ്കിലും, ചിലപ്പോൾ വേറൊരു അനുജത്തി ഇത് കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ അമ്മയോ സ്വീകരിച്ചെന്നിരിക്കും. ഉടനെ നമ്മൾ ഉടനെ അമ്പ ഞാൻ കൊണ്ടുവന്നപ്പോൾ നീ അമ്മയ്ക്കിത് സ്വീകരിക്കത്തില്ലായിരുന്നു, അനുജത്തി കൊണ്ടുവന്നപ്പോൾ സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും, വീടുകളിലെല്ലാം, കമ്പനികളിലും, ജോലി സ്ഥലങ്ങളിലും, ഓഫീസുകളിലും, എല്ലാ സമൂഹങ്ങളിലും നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. നമ്മളൊന്നും പ്രതികാരത്തിനായിട്ടൊന്നും നിൽക്കുകയേ വേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി, പുറപ്പാടിൻ്റെ പുസ്തകം 14:14 കണ്ടില്ലേ, കർത്താവ് നമുക്ക് വേണ്ടി പൊരുതിക്കൊള്ളും, കർത്താവ് നമുക്ക് വേണ്ടി ഉത്തരം പറഞ്ഞുകൊള്ളും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള വിളിയാണ് നമ്മളേത് ഓരോരുത്തരും. എൻ്റെ പൂർണ്ണ ഹൃദയവും പൂർണ്ണ മനസ്സും പൂർണ്ണ ആത്മാവും നമ്മൾ ശിഥിലമാക്കി കളയുന്ന സന്ദർഭങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശത്രുക്കളായി
സ്നേഹിക്കാൻ പറ്റാതെ സ്നേഹവലയത്തിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നവരെ അവരെ എല്ലാം ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവരിക. ഇവരെ നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഈ ലോക ജീവിതം നൽകിയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ച് പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ച് കഴിയുമ്പോൾ ആ ആരാധനയുടെയും ആ പ്രാർത്ഥനയുടെയും സ്തുതിപ്പിൻ്റെയും ഫലമായിട്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളെയും പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ധ്യാനം, ഈ 2-ാം ദിവസത്തെ ധ്യാനം അവസാനിക്കുമ്പോൾ നമ്മൾ എല്ലാ ബന്ധങ്ങളും ഒന്ന് പരിശോധിക്കണം. ഇപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുന്നവരെ മാത്രമല്ല, പുറമേ ഉള്ളവരെയും കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ കഴിഞ്ഞകാല ജീവിതത്തിലേക്കൊന്ന് കടന്നു പോകണം. അവരൊക്കെ എന്നെ തല്ലി തകർത്തല്ലോ എന്ന് ഓർക്കരുത്. അവരൊക്കെ നമ്മളെ തല്ലി തകർത്തല്ലോ എന്ന് നമ്മൾ ഓർക്കരുത്. ഇവരിലൂടെയെല്ലാം ഞാൻ ഇവിടം വരെ എത്തി, ഇവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇവിടം വരെ എത്തി എന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത്. നാളത്തെ ദിവസത്തെക്കുറിച്ച് നമ്മൾ കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഞാൻ എൻ്റെ എല്ലാ ബന്ധങ്ങളും ഒന്ന് പരിശോധിച്ചിട്ട് ആരെയൊക്കെ ഞാൻ മാറ്റി നിർത്തി അവരെ കളകളായി പറിച്ചു കളയാനായിട്ട് ശ്രമിച്ചുവോ അന്നെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ബലവും എൻ്റെ ജീവിതത്തിൻ്റെ കഴിവുകളുമെല്ലാം അവസാനിക്കുകയായിരുന്നു. നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധ സ്നേഹത്തിലേക്ക് നീ എന്നെ മാടി വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. നീ എന്നെ തൊടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായി നീ എന്നെ അനുവദിച്ച ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. അനേക കളകളെ നീ ഒരുക്കി നിർത്തുമ്പോൾ അത്രമാത്രം ഞാൻ അങ്ങയുടെ സ്നേഹത്തിൽ വളരുകയാണല്ലോ ഈശോയെ. എൻ്റെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എൻ്റെ പ്രവർത്തനങ്ങൾക്കും തടസ്സമായി നിൽക്കുന്നവരെ എന്നെ നിൻ്റെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങ് അനുവദിച്ച വലിയ വലിയ ഉപകാരികളും സ്നേഹിതരുമാണല്ലോ എന്നോർത്ത് നിന്നെ ഞാൻ വാഴ്ത്തി സ്തുതിക്കുകയാണ് ഈശോയെ. അങ്ങയുടെ തിരുമുൻപിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ആരാധനയ്ക്കായി ഞങ്ങൾ മുട്ടുകുത്തുമ്പോൾ അങ്ങ് മുഴുവൻ സ്നേഹിച്ചതിൻ്റെ, അങ്ങ് മുഴുവൻ ക്ഷമിച്ചതിൻ്റെ ഓർമ്മയും അനുഭവമാണല്ലോ ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ചു വെച്ച് കർത്താവേ, ഏറെ വളർന്ന് അങ്ങയുടെ അരുമശിഷ്യരായി തീരുവാൻ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശോഭിക്കുന്ന പ്രകാശങ്ങളായി തീരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. സ്വർഗീയ അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ട് ഇതാ ഈശോനാട് നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങൾ കൂപ്പി മുഴുഹൃദയത്തോടെ ഈശോയെ സ്വീകരിക്കുവാനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന് തിരുവോസ്തിരൂപനായി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന ഈശോയെ നമുക്കൊന്ന് കൺകുളിർക്കെ കാണാം.
ദിവ്യസ്നേഹ വചസ്സുകളാൽ നമ്മളെ വെട്ടിയൊരുക്കിയ ഈശോ, ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിച്ച ഈശോ ഈ തിരുവോസ്തിയിൽ ഇപ്പോൾ ഇതാ സന്നിഹിതനായിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ കളകളെയും ഞാൻ അറിയുന്നു മകനെ, മകളെ. നിന്റെ ജീവിതത്തെ ചെറുതാക്കി കളഞ്ഞു എന്ന് നീ കരുതിയ എല്ലാ സംഭവങ്ങളെയും ഞാൻ ഓർക്കുന്നു മകനെ, മകളെ. നീ എൻ്റെ തിരുമുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഈ ദിവ്യകാരുണ്യത്തിൽ അനന്തമായ സ്നേഹം വാരി വിതറിക്കൊണ്ട് നിന്റെ ജീവിതത്തിലെ എല്ലാ മുറിപ്പാടുകളെയും സുഖപ്പെടുത്തുവാൻ ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. നിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കൊണ്ട്, നിന്റെ അയൽവാസികളെ കൊണ്ട്, നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കൊണ്ട് നീ എൻ്റെ അടുക്കലേക്ക് ഈ സായം സന്ധ്യയിൽ കടന്നുവാ. ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം, ഞാൻ നിന്റെ മുറിവുകൾ ഉണക്കാം. ഈശോ പറയുന്നില്ലേ, ഈശോ മന്ത്രിക്കുന്നില്ലേ? നമുക്ക് വേണ്ടി അവസാന തുള്ളി വരെയും ചിന്തിയ ഈശോ ഒന്നും ഉരിയാടാതെ ശത്രുക്കൾക്ക് മുൻപിൽ മൗനമായി നിന്ന് പിതൃഹിതം നിറവേറ്റട്ടെ എന്ന് പറഞ്ഞ ഈശോ, ആ ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നമുക്കും ആരാധിക്കാം, നമുക്ക് പാടി സ്തുതിക്കാം, ആ ദിവ്യ കുഞ്ഞാടിനെ നമുക്ക് സ്നേഹിക്കാം. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ആമേൻ. എല്ലാ ശക്തിയും ലഭിക്കട്ടെ. പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ചേർന്ന് പാടിയേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി കൊല്ലപ്പെട്ട കുഞ്ഞാട് തിരുസ്നേഹം വാർന്നൊഴുകുന്ന ഹൃദയവുമായി ഇതാ നമ്മെ തേടി ഇറങ്ങിയിരിക്കുകയാണ്. മുറിപ്പെടുത്തിയ വേദനകൾ മുഴുവൻ സൗഖ്യമായി മാറട്ടെ. നൊമ്പരപ്പെട്ട ഓർമ്മകളെല്ലാം വരദാനങ്ങളായി മാറട്ടെ. ജീവിതത്തിന്റെ കൃപയുടെ നീർച്ചാലകളായി മാറട്ടെ. നമ്മളും നമ്മുടെ കുടുംബവും അടുത്ത തലമുറകളും അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, വിശ്വാസത്തോടെ ആരാധിക്കാം. ഉത്തിതനായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. തിരുമുഖത്തേക്ക് നോക്കിയേ. ഉത്തിതനായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു മുഴുവൻ കൊടുത്തുകൊണ്ട് ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ആരാധിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുമുൻപിൽ ഞങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. ആരോടും പകയില്ലാതെ നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. ഈശോയെ ജോസഫിന്റെ ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടത് സഹോദരങ്ങളോട് ക്ഷമിച്ചപ്പോഴാണല്ലോ. എൻ്റെ ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ, കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളാൽ നിറയുവാൻ അങ്ങ് അനുവദിച്ച എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ സ്തുതിഗീതങ്ങളായി ഉയർത്തുകയാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ചുറ്റിപ്പറ്റി നിന്ന എല്ലാ അനുഭവങ്ങളും, വേദനയുടെ എല്ലാ അനുഭവങ്ങളും ഞാൻ സ്തുതിഗീതങ്ങളായി ഉയർത്തുകയാ. ഈ അകലങ്ങളിൽ ഇരുന്നു കൊണ്ട് നിന്റെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ ശോഭ കണ്ട് ഞാൻ നിറയുന്നു, അവിടുത്തെ പരിശുദ്ധി കൊണ്ട് ഞാൻ നിറയുന്നു, അവിടുത്തെ വാത്സല്യം കൊണ്ട് ഞാൻ നിറയുന്നു. നന്ദി പറയുന്ന ഈശോയെ, സ്തുതിക്കുന്ന ഈശോയെ, ആരാധിക്കുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ആ തിരുസന്നിധിയിലേക്ക് നമ്മളുടെ എല്ലാ ബന്ധങ്ങളെയും ഒന്ന് ഉയർത്താം. ദൂരെ ദൂരെ നിൽക്കുന്നവരെ അടുത്തേക്കൊന്ന് കൊണ്ടുവരാം. കണ്ടിട്ട് എത്രയോ നാളുകളായിട്ടുള്ളവരുണ്ട്, ഒന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളുകളായിട്ടുള്ളവരുണ്ട്, ഒരിറ്റ് നന്മ പറഞ്ഞിട്ട് എത്രയോ നാളുകളായിട്ടുള്ളവരുണ്ട്. എല്ലാവരെയും നമുക്ക് തിരുസന്നിധിയിലേക്ക് ഉയർത്താം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ സ്നേഹത്തിൻ്റെ അടയാളമായി എൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടവരെ എല്ലാം ഞാൻ കാണുകയാ. ഉയർത്തുന്ന ഈശോയെ, അങ്ങയുടെ പക്കലേക്ക് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ വർഷിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ കാരുണ്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മുൻപിലേക്ക് എൻ്റെ ജീവിതത്തിൽ വേദനകളെ സമ്മാനിച്ചവരെ ഉയർത്തിക്കൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. നമുക്ക് അവിടുത്തെ ആരാധിക്കാം, നന്ദി പറയാം, പാടി സ്തുതിക്കാം, സ്തുതിഗീതങ്ങൾ ഉയർത്താം. വേദനകൾ മാറട്ടെ, ജീവിതം കുഞ്ഞായി പോയതൊന്ന് വളരട്ടെ. ജീവിതം എത്രയോ ചെറുതായി പോയി, മറ്റുള്ളവരല്ല എന്നെ ചെറുതാക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, നിന്റെ സ്നേഹത്തെ കുറിച്ച് ഓർക്കുവാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നന്ദി പറയുന്ന ഈശോയെ, സ്തുതിക്കുന്ന ഈശോയെ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ഒന്നുറക്കെ പാടിയേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെല്ലാം നമ്മളോട് ചേർന്ന് നിൽക്കട്ടെ, നമുക്ക് ചുറ്റും നിൽക്കട്ടെ. എൻ്റെ ജീവിതം സ്വർഗത്തോളം ഉയർത്തുവാനായി, ഞാൻ വഴിതെറ്റിപ്പോകാതിരിക്കുവാനായി, എൻ്റെ ജീവിതത്തിലെ പരിപരത്തി അനുഭവങ്ങളെല്ലാം വിശുദ്ധീകരിക്കുവാനായി നീ എൻ്റെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ച എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈശോയെ, ഞാൻ അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ശിരസ് നമിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി ആശീർവാദം സ്വീകരിക്കാം.
സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകുഞ്ഞാടേ ആത്മനാഥരേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ